എന്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് നിർണായകമാകുന്നു എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. കാരണം ഇതുവരെയുള്ള കാര്യങ്ങൾ പോലീസ് ടീം അവരുടെ മൊഴികളിലും ഒപ്പം തന്നെ വിവരശേഖരണത്തിൻ്റെ വിവിധ വഴികളിലൂടെ കടന്നുപോയും ശേഖരിച്ച റിപ്പോർട്ടുകളാണ്. പക്ഷേ അതിനപ്പുറം ഒരു ശാസ്ത്രീയ പിന്തുണ നൽകുന്ന ഒരു റിപ്പോർട്ട് ഇതുവരെ SITക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ റിപ്പോർട്ടാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് കോടതി പലവട്ടം അന്വേഷണ സംഘത്തിന് സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് കൂടുതൽ അന്വേഷിക്കുക. കാരണം ഓരോ ഘട്ടം പിന്നിടുന്തോറും അതിൻ്റെ വ്യാപ്തി വളരുന്നു, കൂടുതൽ ആളുകളിലേക്ക് പോകുന്നു. ആദ്യം കട്ടിളപ്പാടിയാണെങ്കിൽ പിന്നീട് മറ്റു വസ്തുക്കളിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ശ്രീകോവിലിനകത്തെ സ്വർണ്ണ വസ്തുക്കൾ പോലും നഷ്ടപ്പെട്ടു എന്ന തരത്തിലേക്ക് വരുന്നു. ഒപ്പം കൊടിമരത്തിലെ അഷ്ടദിക്പാലകരെ പോലും കാണുന്നില്ല എന്ന ആക്ഷേപം വരുന്നു. ഇങ്ങനെ പല തരത്തിലേക്ക് ഈ അന്വേഷണം കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഈ ശാസ്ത്രീയ പരിശോധനയുടെ പ്രാധാന്യം ഉണ്ടാകുന്നത്. എന്തായാലും ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ് എന്ന SITയുടെ വാദം കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് ഇതിൽ VSSC കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന സ്ഥാപനം, എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനത്തിന് ഈ പരിശോധനയിൽ പ്രാധാന്യം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇക്കാര്യത്തിൽ സംശയമുണ്ടാവാം. അതിനുള്ള ഉത്തരം ഇതാണ്. നമുക്ക് ഇതുവരെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും ശാസ്ത്രീയ പരിശോധന നടത്താൻ ശേഷിയുള്ള സ്ഥാപനമാണ് VSSC എന്ന വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. കാരണം ഒരു ലോഹ വസ്തുവിലെ അതിൽ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന വസ്തുവിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും സങ്കീർണത മറ്റെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം അപഗ്രഥിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകാൻ കഴിയുന്നതാണ്. എക്സ്റേ, ഫ്ലൂറസെൻ്റ് പരിശോധന അടക്കം നടത്തിക്കൊണ്ട് അതിലെ സ്വർണത്തിൻ്റെ വ്യാപ്തി അളക്കാൻ കഴിയുന്ന കൃത്യമായ പരിശോധനാ റിപ്പോർട്ടാണ് വരുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് ഇളക്കി മാറ്റാതെ തന്നെ അത് കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് VSSC ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. അതായത് നിലവിലുള്ള പാളി അത് പഴയ ആ പാളി തന്നെയാണോ? നമുക്കറിയാം ശബരിമലയിൽ വർഷങ്ങളായുള്ള ചെമ്പ് പാളികളുണ്ട്. ആ ചെമ്പ് പാളിക്ക് മേളിലാണ് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ ആക്ഷേപം ആ പഴയ പാളി മാറ്റി പുതിയ പാളി അതിന് മുകളിൽ സ്ഥാപിച്ചു എന്നതാണ്. അതായത് ഈ വിജയ് മല്യയുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ആ പാളിക്ക് മേൽ അത് പൂർണ്ണമായി മാറ്റി പുതിയൊരു പാളിയാണോ അവിടേക്ക് കൊണ്ടുവന്നത് എന്നതൊരു ആക്ഷേപം നിലവിലുണ്ട്. ആ ആക്ഷേപം സ്ഥിരീകരിക്കുന്നതിൽ അതിപ്രധാനമാണ് ഈ പുറത്തു വരാൻ പോകുന്ന SIT റിപ്പോർട്ട്. അതായത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ സ്വർണത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ എന്ന പരിശോധനയ്ക്കപ്പുറം ആ പഴയ പാളി തന്നെയാണോ ഇത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തും. നമ്പർ 1 അതാണ് സ്ഥിരീകരിക്കാൻ പോകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഈ സ്വർണത്തിൻ്റെ അളവ് എത്ര കണ്ട് നഷ്ടപ്പെട്ടു എന്ന കാര്യം. നിലവിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ, പങ്കജ് ഭണ്ഡാരി ഒപ്പം തന്നെ ഗോവർദ്ധൻ അടക്കമുള്ള ഇതിൽ സാങ്കേതിക ഇടപാടുകൾ നടത്തിയ വ്യക്തികളും അവിടുത്തെ തെളിവെടുപ്പും മൊഴിയെടുപ്പും വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ ഒരു അളവ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ പാളികളുടെ എത്ര കണ്ട അളവ് സ്വർണം നഷ്ടപ്പെട്ടു എന്ന പരിശോധന കൂടിയാണ് തെളിയിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അങ്ങേയറ്റം നിർണായകമാണ് ഈ കണ്ടെത്തൽ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇതുവരെ SIT കോടതിയെ അറിയിച്ച കാര്യങ്ങളിൽ ഒരു അല്പം കൂടെ ഡീറ്റെയിലേക്ക് കടക്കാൻ കഴിയും. ഒരുപക്ഷെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, എന്തുകൊണ്ട് SITയുടെ അന്വേഷണം, ഈ റിപ്പോർട്ട്, SITയുടെ മുന്നിലേക്ക് വരുന്ന VSSCയുടെ റിപ്പോർട്ട് നിർണായകമാവുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഈ അന്വേഷണത്തിൻ്റെ ഗതി മാറ്റിയേക്കാം. കാരണം ഇതുവരെ ഈ പുരാവസ്തു തട്ടിപ്പ് സംബന്ധിച്ച ചില സൂചനകൾക്കപ്പുറം കടന്നിട്ടില്ല. അതായത് ഈ പാളികൾ എവിടെ പോയി, പഴയ ചെമ്പു പാളികൾ ആരായിരുന്നു അതിൻ്റെ ആവശ്യക്കാർ, അവിടെ പുരാവസ്തു സംഘത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് അതിൻ്റെ ശ്രീകോവിലിനെ പൊതിഞ്ഞിരുന്ന ആ പാളി ആര് കൊണ്ടുപോയി, അങ്ങനെയെങ്കിൽ എങ്ങോട്ട് പോയി, അത് മാറ്റപ്പെട്ടോ എന്ന കാര്യത്തിൽ കൂടിയാണ് റിപ്പോർട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പുരാവസ്തു സംഘത്തിൻ്റെ ഇടപെടലുണ്ടോ എന്ന കാര്യത്തിൽ കൂടി ഒരു അന്വേഷണ ദിശ കടന്നു പോകാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് കൂടിയായി ഇത് മാറുകയാണോ? അത്രമധികം പ്രാധാന്യമുണ്ടോ? സജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആരോപണങ്ങളും മാത്രമായിരുന്നു. അതായത് ഇത്ര നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പാളി അടക്കം അവിടെ നിന്ന് കൊണ്ടുപോയി, പല അമൂല്യ വസ്തുക്കളും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള തെളിവുകൾ കൃത്യമായി, അതായത് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്ന തെളിവുകളൊന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മൊഴികളും മറ്റും, അതായത് അതിലേക്ക് വിരൽ ചൂടുന്ന പല ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും മറ്റും ഉണ്ടായിരുന്നു. വിദേശ വ്യവസായിയുടെ അടക്കം തരത്തിലുള്ള
വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഇത്തരത്തിലുള്ള മൊഴികളായും മറ്റും പോവുകയായിരുന്നു. പക്ഷേ ഇതിലൊരു ശാസ്ത്രീയ അടിത്തറ, ഇങ്ങനെ ഒരു കൊള്ള നടന്നു എന്ന കാര്യത്തിൽ ഒരു ശാസ്ത്രീയ അടിത്തറ വരണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു പരിശോധനയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇവിടെ നിന്നും ഈ ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ അടിത്തറ വളരെ നിർണായകമാണ്. മാത്രമല്ല അത് എങ്ങോട്ട് പോയി എന്ന്, അതായത് നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നാൽ മാത്രമേ അത് എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഏത് തരത്തിൽ നഷ്ടപ്പെട്ടു, ഈ രേഖകളിൽ എത്രത്തോളം കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുള്ളൂ. കാരണം ഈ രേഖകൾ പരാമർശിക്കുന്ന പ്രകാരം ഇതിൽ സ്വർണം പൂശി എന്ന് പറയുന്നു, അത് ഇത്ര ശതമാനം പൂശി ഇത്തരത്തിൽ പല ഭാഗങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്നു, സ്മാർട്ട് കണ്ടീഷനിൽ എത്തിച്ചു എന്ന് പറയുന്നു, അവിടെ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സ്മാർട്ട് കണ്ടീഷൻ്റെ രേഖകളിലടക്കം കൃത്രിമം നടന്നു എന്ന കാര്യങ്ങളൊക്കെ മുൻപേ തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ, മാത്രമല്ല ഈ ഒരു സ്വർണം പല ഭാഗങ്ങളിൽ കണ്ടെത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ മൊഴികളും മറ്റേ പ്രത്യേക അന്വേഷണ സംഘമടക്കം കണ്ടെത്തുകയടക്കം ചെയ്തിരുന്നു. ഇതെല്ലാം ശരിവെക്കുന്ന തരത്തിലേക്ക് ഈ ഒരു അന്വേഷണത്തിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ ഇതിൽ ശാസ്ത്രീയ അടിത്തറ വളരെ നിർണായകമാണ്. കാരണം ഈ ഒരു സ്വർണം പൂശി എന്നടക്കം പറയുന്ന കാലഘട്ടം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലപ്പഴക്കം, ഒപ്പം തന്നെ ഈ ഒരു പുരാവസ്തു മൂല്യമടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു തുടക്കം തൊട്ട് തന്നല്ല ഈ ഒരു സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെമ്പുപാളികളിന്മേൽ സ്വർണം പൂശുന്നതടക്കമുള്ള ശാസ്ത്രീയ ഒരു ഘടകങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികളുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല അമൂല്യ വസ്തുക്കളും ഇവിടേക്ക് എത്തുന്നു, അത് കൈമാറി പോകുന്നു എന്നടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം ഒരു തീർച്ച അല്ലെങ്കിൽ ഒരു കൃത്യമായ ഈ ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനയുടെ ഒരു നിർണായകമായിട്ടുള്ള ഘടകമുണ്ട്. കാരണം ഈ ഒരു പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ടിൻ്റെ ആയിരിക്കും എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കുക. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പുരാവസ്തു മൂല്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ ഒരു പാളി അടക്കം ഇവിടെ നിന്നും മാറ്റി മറ്റൊരു പാളിയാണോ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന കാര്യം, അതായത് മുഴുവനായും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ച വരേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലെല്ലാം ഒരു നിർണായകമായ ഒരു ഫലം, ഈ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം ഇനി മുന്നോട്ട് പോവുക. കാരണം അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും, അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴികൾ പുറത്തു വന്നിരുന്നെങ്കിലും, പക്ഷേ അതിലെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പാളിയിൽ നടത്തുന്ന ഒരു ശാസ്ത്രീയ പരിശോധന മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കട്ടിളപ്പാളികളായിക്കോട്ടെ, ദ്വാരപാല ശില്പങ്ങളിലെ പാളികളായിക്കോട്ടെ, അത് മാത്രമല്ല മറ്റു പല അമൂല്യ വസ്തുക്കളും ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ, കൊള്ള സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗങ്ങൾ അവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന കാര്യങ്ങളടക്കം പരിശോധനയ്ക്ക് വരണമെങ്കിൽ ഈ ഒരു ഫലം നിർണായകമാണ്. ഈ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാളികളിൽ കൃത്രിമം, അതായത് കണക്കിൽപ്പെടാത്ത തരത്തിൽ, അതായത് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഊഹത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷണം മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടി വരും. ശബരിമല എന്ന് പറയുന്നത് അതിപുരാതനമായ ക്ഷേത്രമാണ്. അവിടെ പല പുരാതനമായ വസ്തുക്കളും അമൂല്യമായിട്ടുള്ള, അതായത് വിലമതിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല വസ്തുക്കളും ഈ ഒരു സൂക്ഷിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അത് ഭൗതികമായിക്കോട്ടെ, ഒരു പൂജാതി കർമ്മങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ, അതിൽ പെടുന്നതും പെടാത്തതുമായിട്ടുള്ള നിരവധി വസ്തുക്കളുണ്ട്. ഇതെല്ലാം കൃത്യമായി കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അതെല്ലാം ഈ ഒരു പുരാവസ്തു മൂല്യമുള്ള അല്ലെങ്കിൽ കാലങ്ങളോളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഈ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നേക്കാം. കാരണം ഇതിലൊരു സൈത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു വസ്തു പൂർണ്ണമായി മാറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റുള്ള ഒരു വസ്തു അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്തതിന് ശേഷം മറ്റൊരു വസ്തു ഇവിടെ അതേ രൂപത്തിലും രീതിയിലുള്ള ഒരു വസ്തുവാണ് കൊണ്ടുവച്ചതെങ്കിൽ ആ അന്വേഷണം ശബരിമലയിൽ നമ്മൾ കണക്കാക്കിയതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു കൊള്ള നടന്നിട്ടുണ്ടെന്നുള്ള ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ സാഹചര്യം അടക്കം നിലവിൽ വരും. കാരണം കോടതിയുടെ പരിഗണനയിൽ ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ പുറത്തേക്ക് വരിക എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ വിശ്വാസികളുടെ, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വ്രണപ്പെട്ട വിശ്വാസം തിരിച്ചെടുക്കുക മാത്രമല്ല ഈ ഒരു സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത് നശിപ്പിക്കുന്നു, അത് കൊള്ള ചെയ്യുന്നു അടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു വ്യാപ്തി വലുതാകുന്നതിനനുസരിച്ച് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും അന്വേഷണം വഴുതിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. കാരണം കൂടുതൽ വ്യാപ്തി വരികയാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘങ്ങളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫലം, ഈ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഈ ഒരു അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയും ഒപ്പം ഹൈക്കോടതിയുടെ നിർണായക ഒരു നീക്കങ്ങളും ഒപ്പം തന്നെ തീരുമാനങ്ങളും ഈ ഒരു പരിശോധനാ ഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. സജിത്ത്. യെസ്, എന്തായാലും സാരംഗ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇതുവരെയുള്ള ഫൈൻഡിങ്സിൻ്റെ ശരികേട്, വസ്തുത അതല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി, അത് കൃത്യമായി തെളിയിക്കപ്പെടാൻ പോകുന്ന റിപ്പോർട്ട് കൂടിയാണ്. സാരംഗ് തുടരുക. ഈ നമ്മൾ പരാമർശിച്ച് പോയതുപോലെ
ഇതുവരെ പുറത്തു വന്ന സ്വർണ്ണ തട്ടിപ്പിൻ്റെ വ്യാപ്തി അതെത്ര കണ്ട് വലുത്? അതായത് കേന്ദ്ര ഏജൻസികൾ EDയുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റു കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ കടന്നുവരവ്, CBI പോലെയുള്ള ഏജൻസികൾ ഇവിടേക്ക് വരണം, ഇത് അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലടക്കം നിർണായകമാകുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടിയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെല്ലുവിളിച്ചതാണ് സംസ്ഥാന സർക്കാരിനെ. CBIക്ക് നിങ്ങൾ വിടൂ, ധൈര്യം കാട്ടൂ, ഞങ്ങളിത് അന്വേഷിക്കും എന്ന കാര്യം പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്ര കണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായൊരു സ്ഥിരീകരണമാണ് വരുന്നത്. അതായത് ഇതുവരെ വന്നിരുന്ന അഭ്യൂഹങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണ തട്ടിപ്പിൻ്റെ കൃത്യമായൊരു ചിത്രം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നതാണ്. SITക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ ആ റിപ്പോർട്ടിനെ അധികരിച്ച് വേണം പോകാൻ. എന്താണ് റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ എന്ന കാര്യം അറിയാൻ ഒരുപക്ഷെ നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം കോടതിയിൽ ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി കാര്യങ്ങൾ പരാമർശിക്കുക തന്നെ ചെയ്യും. എന്താണ് പരിശോധിച്ചത്? 15-ലധികം സാമ്പിളുകളിൽ നിന്നാണ് ഈ ശാസ്ത്രീയ പരിശോധന അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ, ഇതുവരെ ഈ സ്കാമിൽ ഉൾപ്പെട്ടു വന്ന ആക്ഷേപമുയർന്ന വസ്തുക്കളിലെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് എത്രയാണ് എന്നത് സുപ്രധാനമായ കണ്ടെത്തലുണ്ടാകും. ഒപ്പം സ്വർണം പൂശിയ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ ആ പഴയ പാളികൾ തന്നെയാണോ അതല്ലെങ്കിൽ പുതിയ പാളികളാണോ കൊണ്ടുവന്ന എന്ന ചോദ്യത്തിന് ഉത്തരം അതിലുണ്ടാകും. മറ്റൊന്ന്, ഈ സ്വർണം പൂശിയതിൻ്റെ ഗുണനിലവാരം എത്ര കണ്ടുണ്ട് എന്ന പരിശോധന കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ശാസ്ത്രീയ പരിശോധന. ഇതുവരെ ആ നഷ്ടമായ സ്വർണത്തിൻ്റെ ശാസ്ത്രീയമായ കണക്കെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ശാസ്ത്രീയമായ കണക്കെടുപ്പാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളടക്കമായി ഉണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളടക്കം കോടതിയുടെ പരിഗണനയിലുണ്ട്, കോടതിക്ക് മുന്നിലെത്തി. എന്തായാലും SIT ഇത് ഹൈക്കോടതിക്ക് മുന്നിലും ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എത്തിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ദിശാമാറ്റം നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. അത്തരമൊരു നീക്കം കൂടി ഉണ്ടാകുമെന്ന് കരുതാം.